ഇവിടെ UDF വലിയ പിന്തുണ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതിലൊരു പിന്തുണയാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ. ഈ ജമാഅത്തെ ഇസ്ലാമി ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്ന അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് മാറി എന്നൊക്കെയാണ് VD സതീശൻ പറയുന്നത്. അങ്ങനെ ഒരു മാറ്റം നയപരമായി അവർക്ക് ഉണ്ടായതായി ലീഗിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇപ്പോഴൊന്നും ആരംഭിക്കുന്നതല്ലല്ലോ. അവര് ജമാഅത്ത് വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ജമാഅത്ത് ഇസ്ലാമി ഓരോ തെരഞ്ഞെടുപ്പിലും തരാതരം പോലെ പലർക്കും പിന്തുണ മാറി മാറി കൊടുത്തിട്ടുണ്ട്. വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ട്, സംഘടനകൾക്ക് കൊടുത്തിട്ടുണ്ട്, മുന്നണികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കാലാകാലങ്ങളായി നൂറ്റാണ്ടിലേറെയായി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പലപ്പോഴും പലർക്കും കൊടുത്തിട്ടുണ്ട്. സുദീർഘമായ കാലം, ഏതാണ്ട് 3 പതിറ്റാണ്ടോളം അവർ LDF-നാണ് തുടർച്ചയായി പിന്തുണ കൊടുത്ത ജമാഅത്ത് ഇസ്ലാമി. ആ LDF-ന് കൊടുത്ത ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്ത കാലത്ത് LDF-ന്റെ ഭാഗമായിരുന്ന എനിക്കും അതിന്റെ ഭാഗമായി കിട്ടിയിട്ടുണ്ട്. നിരന്തരമായി LDF-നോടൊപ്പമായിരുന്നു. LDF-നോടൊപ്പം LDF-ന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയോട് താങ്കൾ സംസാരിച്ചിട്ടുണ്ടോ? LDF-ന് വേണ്ടിയല്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സഖാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ടുണ്ട്. അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇറാ സെന്ററിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവരുടെ ഉന്നതരായ നേതാക്കളുടെ വീട്ടിൽ പോയി സംഭാഷണം നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, LDF അധികാരത്തിലിരുന്നപ്പോ സഖാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോ സർക്കാർ സമിതികളിൽ സമസ്തയ്ക്ക് പോലും കൊടുക്കാതെ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പ്രസ്ഥാനം, സാമുദായിക പ്രസ്ഥാനമായ സമസ്തയ്ക്ക് പോലും കൊടുക്കാത്ത പ്രാതിനിധ്യവും പരിഗണനയും ജമാഅത്തെ ഇസ്ലാമി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ LDF വാങ്ങിയത് കൊണ്ട് ഞങ്ങൾ വാങ്ങുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് VD സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട്. അവർ മാറി, അവർ നയപരമായി മാറി. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം അവർക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് UDF കൊടുക്കുകയാണ്, UDF-ന്റെ ചെയർമാൻ. അതിനോട് യോജിപ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇതിന് നയ വ്യത്യാസങ്ങൾ ഇതിൽ പ്രശ്നമല്ലല്ലോ. ഞങ്ങള് LDF ജമാഅത്തെ ഇസ്ലാമിയുമായി കരാറിലൊപ്പിടുകയോ ഞങ്ങളെ മുന്നണിയിൽ ചേർക്കുകയോ ഒരുമിച്ച് പ്രവർത്തിക്കാന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവര് UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഞങ്ങൾ സന്തോഷപൂർവ്വം അത് സ്വാഗതം ചെയ്തു. അതിനപ്പുറത്തേക്ക് ജമാഅത്തെ ഇസ്ലാമി മുന്നണിയിൽ ഘടകകക്ഷിയല്ല. ആശയപരമായി വിയോജിപ്പുണ്ടല്ലോ. ആശയപരമായി ജമാഅത്തുമായി UDF-ലെ ഘടകകക്ഷികൾ ആരും യോജിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരേ അഭിപ്രായം ഒരേ ആശയമാണെങ്കിൽ ഒരു സംഘടനയാവില്ലേ? വ്യത്യസ്ത സംഘടനയായി നിലനിൽക്കുന്നത് തന്നെ ആശയപരമായി വ്യത്യാസമുള്ളത് കൊണ്ടാണ്. എന്നിരുന്നാൽ പോലും പൊതു നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി യോജിക്കാവുന്ന മേഖലയിൽ യോജിക്കുക എന്ന നയം വെച്ചുകൊണ്ടാണ് പിന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF സ്വീകരിക്കുന്നതും. കാന്തപുരം വിഭാഗം അടക്കം പ്രധാനമായി ഉയർത്തി കാണിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF സ്വീകരിച്ചു എന്നതല്ല, അതിനപ്പുറത്തേക്ക് പഴയ മതരാഷ്ട്രവാദമില്ല, ജമാഅത്ത് ഇസ്ലാമി മാറി ഇല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി മാറി എന്നുള്ള ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് UDF അതിനോടൊപ്പം നൽകുന്നു. ഒരു വൈറ്റ് വാഷ് ചെയ്യാൻ UDF സാഹചര്യം ഒരുക്കിയെന്നാണ് ഇപ്പോൾ കാന്തപുരം വിഭാഗം അടക്കം ഉയർത്തുന്ന വിമർശനം. അല്ല, അത് അവരുടെ നയത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു? എന്തായിരുന്നു നേരത്തെ നയം, ഇപ്പൊ എന്തായിരുന്നു നയം എന്നൊക്കെ പറയേണ്ടത് അവരാണ്. ഞങ്ങൾ ആ നയങ്ങളുടെ ഡീറ്റെയിൽസിലേക്കോ അതിലെ മാറ്റങ്ങളിലേക്കോ പോകുന്നില്ല. UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ LDF-നോടുള്ള പ്രതിഷേധം അവരുടെ ഭരണ നെറികേടുകളോടും വിവേചനത്തോടും ഭരിക്കാൻ അറിയില്ല എന്ന് കേരള ജനതയുടെ ജീവിത നിലവാരം ദുസ്സഹമാക്കിയ സാഹചര്യം കൊണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പരാജയപ്പെടുത്താൻ UDF-ന് വോട്ട് ചെയ്തു. നയമാറ്റത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനുള്ള പോലെ ബോധ്യം ലീഗിനില്ല. അല്ല, നയമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു അവസരമല്ല ഇത്. അത് നമ്മുടെ ചർച്ചയിലുമില്ല. UDF-ന് അവർ വോട്ട് ചെയ്യുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു, അതിൽ അവസാനിക്കരുത്. ഈ കുറച്ചു കാലമായി വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിക്ക് UDF-ന് പിന്തുണ നൽകുന്നുണ്ട്. നേരത്തെ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഘട്ടത്തിൽ, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രം എന്തുകൊണ്ട് അത് വിവാദമാകുന്നു? ഇവിടെ വിവാദമാകേണ്ടത് സത്യത്തിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സരമാകുമ്പോൾ ഭരണമാണ്. രണ്ടു കൂട്ടരും മുന്നോട്ട് വെക്കുന്ന കാര്യം, ഭരണത്തിന്റെ നേട്ടങ്ങൾ LDF പറയുന്നു, കോട്ടകൾ ഞങ്ങളും പറയുന്നു. ഇതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. പക്ഷെ ആദ്യം മുതലേ ചർച്ച വന്നത് അൻവറിനെ കേന്ദ്രീകരിച്ചായി. യഥാർത്ഥ രാഷ്ട്രീയത്തിൽ നിന്ന്, ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ചർച്ച മാറിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരാവശ്യമില്ലാതെ ജമാഅത്ത് ഇസ്ലാമി രംഗത്ത് വന്ന ജമാഅത്ത് ഇസ്ലാമി അല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇവിടെ ജനങ്ങളുടെ പ്രശ്നമല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്. 9 കൊല്ലത്തെ
ഭരണം കൊണ്ട് ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്നതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിനു പകരം അൻവറും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ഭരണവൈകല്യങ്ങളിൽ നിന്ന് ചർച്ച മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം ഇടതുപക്ഷം നടത്തുന്നു, ഭരണകൂടം നടത്തുന്നു. അതിന് ചില വാർത്താ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു.